ഓക്കെ ഹായ് അപ്പോൾ നമ്മുടെ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ്സിന്റെ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് വരാൻ പോവാണ്. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ റേസിൽ നടന്ന നമ്മുടെ ഗ്രാജുവേറ്റിന്റെ ക്വസ്റ്റ്യൻസും ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഗ്രാജുവേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് നാള് നമ്മുടെ RRB NTPCക്ക് വേണ്ടിയുള്ള ഗ്രാജുവേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ റേസിൽ നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസിൽ വേറെ വലിയ ഷിഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കൂടുതലും എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു മേജറായിട്ട് കണ്ട ഒരു ചേഞ്ചിനെ കുറിച്ച് നമ്മളൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് തോന്നിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മൾ കണ്ട ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ചോദിക്കുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ ആണെങ്കിൽ അതിന് പകരം ഒന്നിൽ കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലെവലിലേക്ക് പോയി, 3, 4 ഒക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ബാങ്ക് എക്സാംസിലൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റൻസ് അങ്ങനെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നത്. ഈവൻ ചോദിക്കുന്ന ക്വസ്റ്റൻസ് കുറച്ചും ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് അത്രയും ക്വസ്റ്റൻസ് ഒക്കെ വരുന്ന അവിടെയാണ്. അപ്പോൾ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ വട്ടം നടന്ന ആ ഒരു എക്സാം പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെയിം ഷിഫ്റ്റ് ഇവിടെയും കാണാൻ പറ്റും. ബിക്കോസ് അതിന്റെ ചാൻസസ് കൂടുതലുമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി പോലത്തെ ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിക്കുന്ന അത്രയും തോളം ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് മേ ബി അരിത്തമാറ്റിക് ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ് കമ്പയർ ടു അഡ്വാൻസ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഗ്രാജുവേറ്റ് ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് കാണാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ക്വസ്റ്റ്യൻസിന്റെ ലെവലും ഈ പറഞ്ഞ പോലെ ഈവൻ അഡ്വാൻസ് മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാലും ഇപ്പം മെൻസ്ട്രേഷൻ പോലത്തെ ഏരിയസ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കമ്പയർ ടു ഗ്രാജുവേറ്റ് ലെവൽ എന്തായിരിക്കും, കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ കൂടുതൽ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ നോക്കിയിട്ട് പോകുക എന്നുള്ളത്. അതിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് 2 സ്റ്റെപ്പിലോ 1 സ്റ്റെപ്പിലോ എടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ നോക്കിയിട്ട് പോകുക. അതും ഇവിടെ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. റെയിൽവേക്ക് ചോദിക്കുന്ന പോലത്തെ ഓൾജിബ്ര ബേസ്ഡോ അല്ലെങ്കിൽ ബോർഡമസിൽ തന്നെ വരുന്ന ബ്രാക്കറ്റോ വിൻകുലം അങ്ങനെയുള്ള ഏരിയാസിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലത്തെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സ് ആ ഒരു ഫോർമുലാസും ഇക്വേഷൻസും അപ്രോച്ചുകളൊക്കെ നമ്മൾ മാത്സ് നോക്കുക. പക്ഷേ സ്റ്റെപ്സ് ഏറ്റവും മിനിമം ആയിരിക്കണം. എന്നാൽ നിങ്ങൾക്കറിയാം, റെയിൽവേ എക്സാംസിൽ ഇപ്പം പോയവരോട് സംസാരിച്ച പോലും നമുക്ക് അറിയാൻ പറ്റും, അവർക്ക് ഈ പറഞ്ഞ 1.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിലും സമയം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന എവിടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാത്സിന്റെ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇടുന്നത് ഏറ്റവും ലീസ്റ്റ് എഴുതുക, വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിനെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഇതേ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് എക്സാമിലെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഏരിയയും പ്ലസ് നമ്മൾ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും എക്സാംസിൽ ഇപ്പൊ കഴിഞ്ഞ 2024 നടന്ന റെയിൽവേ എക്സാംസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്നാൽ അതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ NTPCയിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ തന്നെ കൂടുതൽ വന്നിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാൽ NTPCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് കൂടുതൽ ആൾക്കാർക്കും കിട്ടാൻ പോകുന്ന, കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ടൈപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനും പോകുന്നത് അടുത്ത വരുന്ന ഒരു 1 അവറിൽ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെയും നോക്കാൻ പോകുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ സൊല്യൂഷൻസ് ആയിരിക്കത്തില്ല, നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ഫ്യൂച്ചറിലും ഈ എക്സാം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി നമ്മുടെ എക്സാമിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളതും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് 2 consecutive positive odd numbers is 56, then the 2 consecutive odd numbers are എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് സം നമ്പേഴ്സ് എന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് റെയിൽവേ എക്സാംസിൽ. അപ്പൊ ആ ഒരു ചെറിയ ടൈപ്പിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറുമില്ല. ബട്ട് പലരും അത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ഓവറായിട്ട് ആലോചിക്കുമ്പോൾ സമയം കൂടുതൽ എടുക്കും എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ വരാറുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 വഴികളുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് നേരെ ഓപ്ഷൻ ഉപയോഗിക്കുക, എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഓപ്ഷനിൽ ഏതാ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർ പറഞ്ഞ കണ്ടീഷൻ എഴുതി നമുക്ക് അങ്ങ് ചെയ്യാം വളരെ നോർമൽ ആയിട്ട്. അപ്പൊ നമുക്ക് രണ്ടും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യമേ നമുക്ക് എഴുതി സോൾവ് ചെയ്യാം.
എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് 2 കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. അപ്പൊ രണ്ടും കൺസിക്യൂട്ടീവ് ആണ്, പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ നമ്പർ x+2 എന്ന് എടുക്കാം. അപ്പൊ വലിയ നമ്പർ x+2 നമ്മുടെ ചെറിയ നമ്പർ ഈ പറഞ്ഞ എക്സും. ഇനി അവർ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. എന്താ അവർ പറയുന്ന കണ്ടീഷൻ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് 2 കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഓഡ്. അപ്പൊ അവരുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ x+2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ആ ഒരു സ്ക്വയറിന്റെ ഡിഫറൻസ് അതെന്ന് പറഞ്ഞാണ് എത്രയും തന്നേക്കുന്നത് 56 എന്ന് തന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന്റെ ഒരു വാല്യൂ കിട്ടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ മാർക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ a+b ദ ഹോൾ സ്ക്വയർ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ a² + b² + 2ab. അപ്പൊ നമുക്ക് x² + 4 + 4x എന്ന് വരും, -x² = 56. ഇനി വളരെ പെട്ടെന്ന് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ x² ക്യാൻസൽ ആവും. ഈ 4 അപ്പുറത്ത് പോയി നമുക്ക് ഇത് 52 ആവും. നമുക്ക് അവിടെ അപ്പുറത്ത് നമുക്ക് 4x ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 52/4 നമുക്ക് ഈ പറയുന്ന 13 നമുക്ക് കിട്ടും. ഇപ്പൊ എക്സിന്റെ വാല്യൂ 13 ആണ്. അപ്പൊ അതിൽ ചെറിയ നമ്പർ എന്താണ്? 13 ആണ്. ഓപ്ഷനിൽ 13 എത്ര ഓപ്ഷനിലുണ്ട്? 2 ഓപ്ഷനിലുണ്ട്. അതിൽ ചെറിയ വാല്യൂ 13 വരുന്ന ഏത് ഓപ്ഷനില്ല? ഫസ്റ്റ് ഓപ്ഷനില്ല. അങ്ങനെ ഈ ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റും രണ്ട് ചെറിയ സ്റ്റെപ്സ് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്രോച്ച് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ നല്ലപോലെ ഉപയോഗിക്കാം. അവർ പറയുന്ന ആ രണ്ട് നമ്പേഴ്സ് ആണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്കോറിന്റെ ഡിഫറൻസ് എന്ത് വരണം? 56 വരണം. വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അതിലും മൊത്തം 56 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെക്ക് ചെയ്താൽ മതി? അവസാനം 6 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 19 17 ഉണ്ട്. എന്താ 19ന്റെ സ്ക്വയർ? 361. എന്താ നമ്മുടെ ഈ 17ന്റെ സ്ക്വയർ? 289. നമ്മൾ ഈ 1ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഈ പറയുന്ന 6 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഡിജിറ്റ് അവസാനം വരുമോ? ഒരിക്കലും ഇല്ല. 11ൽ നിന്ന് 9 കുറച്ചാൽ അവസാനം 2 വരത്തുള്ളൂ. സോ അതല്ല ആൻസർ. ഇനി അടുത്തത് 15ഉം 17. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 289. നമ്മുടെ 15 സ്ക്വയർ 225. 9ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ അവസാനം 6 വരുമോ? ഒരിക്കലും വരത്തില്ല. 4 വരത്തുള്ളൂ. സോ അതുമല്ല ആൻസർ. സോ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. മൊത്തം 56 വരുന്നുണ്ടെന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് മാത്രം ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അടുത്ത 13ഉം 11. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 169. 11 121. നമുക്ക് 9ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് ഈ പറഞ്ഞ 6 വരുമോ? ഇല്ല, 8 വരുന്നത്. അതും അല്ല. ഇനി ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ 15ന്റെ സ്ക്വയർ 225 -13ന്റെ സ്ക്വയർ 169. നമ്മുടെ ഈ പറഞ്ഞ 15ൽ നിന്ന് 9 കുറച്ചാൽ, ഓക്കെ, ആ 5 എന്ന് പറയുന്നതിനെ 15 എന്ന് എടുക്കുക. 15ൽ നിന്ന് 9 കുറച്ചാൽ കറക്റ്റ് എന്ത് വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ അതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ രണ്ട് അപ്രോച്ച്. ഓക്കെ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ താഴെ എഴുതിയേക്കുന്ന അപ്രോച്ച് നമ്മൾ എപ്പോഴും മൈൻഡിൽ പെട്ടെന്ന് എടുക്കുന്ന രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. എഴുതാൻ പോലും നിൽക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും താഴത്തെ കുറച്ച് സമയം എടുക്കത്തില്ലേ നമുക്ക് തോന്നും. പക്ഷെ അത് സമയം എടുക്കുന്ന എപ്പോഴാണ്? ഒരുപാട് എഴുതി ചെയ്യുമ്പോൾ. പക്ഷെ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ മേളത്തെ സ്റ്റെപ്സ് ആണെങ്കിൽ പോലും 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ വരികയും ചെയ്യും. സോ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും, കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു അപ്രോച്ചാണ് നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലിയർലി അറിഞ്ഞിരിക്കുക ആൻഡ് നോക്കി വെച്ചേക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒരു ലെന്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചുകൂടി സമയം എടുക്കാൻ സാധ്യതയുള്ള, കുറച്ചുകൂടി ആൾക്കാരെ കുറച്ചുകൂടി ആലോചിച്ച് സമയം കുറച്ചുകൂടി കളയാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. വൈൽ സോൾവിംഗ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം, Atul squared the initial number and then subtracted 15 from it. Pratul first subtracted 15 from the initial number and then squared the difference. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതുൽ എന്ത് ചെയ്തു? ആദ്യമേ ഈ പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് 15 കുറച്ചു. പക്ഷെ പ്രതുൽ എന്ത് ചെയ്തു? ആദ്യം 15 കുറച്ചിട്ട് പിന്നെ കിട്ടിയതിന്റെ സ്ക്വയർ എടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഇഫ് ബോത്ത് ഒബ്റ്റെയിൻ ദി സെയിം ആൻസർ, ഈ രണ്ടും ചെയ്യുമ്പോൾ ഒരേ ആൻസറാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇനിഷ്യൽ നമ്പർ ഏതാ, അല്ലെങ്കിൽ ആ ഏത് നമ്പറിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഭവിക്കുന്നത് എന്നൊരു ആംഗിളാണ് നമുക്ക് ചോദിക്കുന്നത്. ഇനിഷ്യൽ നമ്പർ എന്താണ് വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലർക്ക് കാണുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് തോന്നും. നമുക്കവിടെ ഓപ്ഷനിൽ 8ഉം 6ഉം 9ഉം 7ഉം ഒക്കെ അല്ലേ തന്നേക്കുന്നത്? അത് ആ തന്നേക്കുന്ന 15നേക്കാളും ചെറുതല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറിയ നമ്പറിൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ആൻസർ ഒക്കെ വരത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടും തിരിച്ച് ചെയ്യുമ്പോൾ ശരിയാവുന്നത്? ഓപ്ഷൻ തെറ്റാണോ എന്നൊക്കെ പലർക്കും ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ല, ബിക്കോസ് അവിടെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ചെയ്യുന്ന കാരണം നമുക്ക് ഈ
പറഞ്ഞ നെഗറ്റീവ്സ് അവിടെ എന്ത് ചെയ്യും, അതങ്ങ് പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് അത് പോയിക്കോളും. ഓക്കെ, സോ അതുകൊണ്ടാണ് ആൻസർ സെയിം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഓപ്ഷൻ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യില്ല, അത് ശരിയാവുമോ, ക്വസ്റ്റ്യൻ തെറ്റല്ലേ എന്നൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുകയും ചെയ്യില്ല. ഇങ്ങനത്തെ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ക്വസ്റ്റിനെ പിക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എന്ന് ഞാൻ ഇവർ പറഞ്ഞ 2 കണ്ടീഷൻ നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാം. ഇവർ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ലെറ്റ്സ് സേ നമ്മുടെ ഇനീഷ്യൽ നമ്പർ ഈസ് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ ലൈക്ക് അതുൽ എന്താ ചെയ്യുന്നത്, ആ എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് അതിൽ നിന്ന് 15 കുറയ്ക്കുകയാണ്. പക്ഷേ പ്രതുൽ എന്താ ചെയ്യുന്നത്, പ്രതുൽ ആ എക്സിൽ നിന്ന് ആദ്യമേ 15 മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസറിന്റെ എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക. അതാണ് ചെയ്യുന്നത്. ആൻഡ് അവർ പറയുന്ന കണ്ടീഷൻ എന്താ, അവർ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടുപേരുടെ ആൻസർ ഈക്വൽ ആൻസർ ആയി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആ ഇനീഷ്യൽ നമ്പർ എന്താണെന്ന് കിട്ടും, ബിക്കോസ് എക്സ് ആണ് നമ്മുടെ ഇനീഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് സോൾവ് ചെയ്യാം. സോ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 225 മൈനസ് 2ab. മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 × 15 13, പിന്നെ എക്സും 30x. നമുക്ക് റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 15 ആണുള്ളത്. സോ നമുക്ക് അവിടെ നിന്ന് പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ. നമുക്ക് ഇനി ആ ഒരു മൈനസ് 13 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ നമുക്ക് പ്ലസ് 30x ആവും. ഈക്വൽ ടു നമുക്ക് ആ മൈനസ് 15 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയിട്ട് നമുക്ക് ആ 225 പ്ലസ് 15 25 പ്ലസ് 15 40 240 എന്ന് നമുക്ക് വരും. ഇനി നമുക്ക് അവിടെ നിന്ന് ആ 0യും അതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ നിന്ന് 24ഉം 3 കൂടി ക്യാൻസൽ, നമുക്ക് എക്സിന്റെ വാല്യൂ 8 എന്ന് നമുക്ക് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 8 ആണ്. ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ എ 8 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 8 ആണ് നമുക്ക് ആൻസർ വരും. നോക്കിയേ, ആ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ ചെയ്തു പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ആവല്ല. വലിയ നമ്പർ അല്ലേ, ഓപ്ഷൻ ചെറിയ നമ്പർ അല്ലേ, അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ടോ, അത് പ്രശ്നമല്ലേ, നെഗറ്റീവ് അല്ലേ വരുന്നത്, അപ്പം പിന്നെ എങ്ങനെ ആൻസർ കിട്ടുന്നത്, അങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല. നമുക്ക് അവിടെ പറയുന്ന കണ്ടീഷനിൽ സ്ക്വയർ ഉണ്ട്. സോ ആ ഒരു സ്ക്വയർ ആ മൈനസിനെ ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. SSC ആയാലും റെയിൽവേ എക്സാംസ് ആയാലും ഒക്കെ തന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ HCF LCM എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ നമ്മളുടെ എല്ലാ എക്സാംസിലും ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് വരാറുണ്ട്. നമ്മുടെ ഇപ്പോൾ റെയിൽവേ എക്സാംസ് ആയാലും എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ഈ ക്വസ്റ്റ്യൻ വരും. SSC എക്സാം ആണെങ്കിലും ഏതെങ്കിലും ഷിഫ്റ്റിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ വരും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് ഇപ്പം റെയിൽവേ നമുക്ക് ഓൾറെഡി അറിയാൻ വരും, റെയിൽവേയുടെ ക്വസ്റ്റ്യനുമാണ്. ഞാൻ ഇപ്പോൾ SSC വെച്ചൊന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ SSCയുടെ CGLന്റെ എക്സാമിലും നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫ്രീക്വന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കുമ്പോൾ അവർ ആ വാല്യൂസ് മാറ്റും, ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ആഡ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ നല്ലപോലെയാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം. നമുക്ക് പറഞ്ഞേക്കുന്നത് 5 bells commence tolling together and toll at intervals of 2, 4, 6, 8, 20 seconds respectively. In 30 minutes, how many times do they toll together എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബെല്ലുകളുണ്ട്, 5 ബെല്ല്. ഈ എല്ലാ ബെല്ലും ഒരുമിച്ച് അടിച്ചാണ് തുടങ്ങുന്നത്. അതാണ് ആക്ച്വലി ക്വസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈൻ. അതിനുശേഷം ഈ ബെല്ലുകളെല്ലാം അടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ബെല്ല് എല്ലാ 2 സെക്കൻഡ്സിലും അടിച്ചുകൊണ്ടേയിരിക്കും, വേറൊരു ബെല്ല് എല്ലാ 4 സെക്കൻഡിൽ, 6 സെക്കൻഡിൽ, 8 സെക്കൻഡിൽ, 20 സെക്കൻഡിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്ന ബെല്ലുകളാണ്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പല പല സമയത്ത് അടിച്ചാലും ഈ ബെല്ലുകളെല്ലാം കൂടി ഒരുമിച്ച് അടിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കത്തില്ലേ. അപ്പൊ ആ ഒരുമിച്ച് അടിക്കുന്ന ആ സമയം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ തന്നേക്കുന്ന നമ്പേഴ്സിന്റെ എന്ത് ചെയ്യണം, LCM എടുക്കണം. ഇപ്പൊ 2, 4, 6, 8, 20 ഇതിന്റെ LCM എടുക്കണം. ഇതിന്റെ LCM എടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ആ സമയത്ത് ഈ ബെല്ലുകളെല്ലാം കൂടി ഒരുമിച്ച് അടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതല്ല ആൻസർ ആയിട്ട് വേണ്ടിയേ. നമുക്ക് ചോദിക്കുന്ന അതിന്റെയും ബെറ്റർ എന്താണ് ചോദിക്കുന്നത്, 30 മിനിറ്റിന്റെ ഇടയ്ക്ക് വെച്ച് എത്ര വട്ടം ഈ ബെല്ലുകൾ ഇങ്ങനെ ഒരുമിച്ച് അടിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ആൻസറിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് എടുക്കാം. ഇപ്പൊ ഇതിന്റെ LCM എടുക്കുകയാണെങ്കിൽ 2ഉം 4ഉം 6ഉം 8ഉം 20ഉം ഇതിന്റെ LCM എടുക്കുകയാണെങ്കിൽ നമുക്ക് LCM എടുക്കാൻ ചില നമ്പേഴ്സ് ഒഴിവാക്കാൻ പറ്റും. അതും നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ 5 നമ്പറും എടുത്ത് നമ്മൾ കൊണ്ടുപോയി LCM എടുക്കാൻ നിൽക്കല്ല. ഓക്കെ, നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ LCM എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വലിയ നമ്പർ ആയിരിക്കും. ഒന്ന് നിങ്ങൾ ആ 20 ആണോ ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും വലിയ നമ്പർ 20 അല്ല, 20 ആണോ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാം 20ൽ 6ഓ 8ഓ പോകത്തില്ല. പക്ഷെ 20ൽ ഏത് പോകുന്നുണ്ട്, 2ഉം 4ഉം പോകുന്നുണ്ട്. അങ്ങനെ LCM എടുക്കും. നിങ്ങൾ ആ 2ഉം 4ഉം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റേ വരത്തുള്ളൂ. നമുക്ക് എഴുതുന്നത് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എങ്ങനെ, 5 നമ്പർ എടുത്ത് ചെയ്യുന്നതിന് പകരം എത്ര നമ്പർ എടുത്ത് ചെയ്താൽ മതി, ഈ പറയുന്ന 3 നമ്പർ എടുത്ത് ചെയ്താൽ മതി. 6ഉം 8ഉം 20. ഇനി ഒരു നമ്പറോട് കളയാൻ പറ്റുന്നെങ്കിൽ 2 നമ്പർ വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതുന്ന അത്രയും തോളം കുറഞ്ഞു കിട്ടും, നമുക്ക് അത്രയും പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും, നമുക്ക് സമയം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. എഴുതുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ മൈൻഡിൽ ആദ്യമേ കൊണ്ടുവരേണ്ട ഒരു കാര്യം.
അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഈ 3 നമ്പർ വെച്ച് മാത്രമേ LCM എടുക്കാം. അപ്പൊ നമുക്ക് ഇത് 3 വെച്ച് LCM എടുക്കുമ്പോൾ 6ഉം 8ഉം 20 നിങ്ങൾക്ക് എല്ലാവർക്കും LCM എടുക്കാൻ അറിയാം. നമുക്ക് LCM എടുക്കുമ്പോൾ നമുക്ക് 120 എന്ന് നമുക്ക് LCM വരും. 120ൽ നമ്മുടെ 20ഉം 8ഉം 6ഉം എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? പെട്ടെന്ന് നോക്കുന്ന 20ന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. 20ന്റെ മൾട്ടിപ്പിൾ 8 പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. പക്ഷെ 6 പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ 40ല് ഇനി അടുത്ത 60 എടുക്കുക. 60ല് 6 പോകുന്നുണ്ട്, പക്ഷെ 8 പോകുന്നില്ല. എല്ലാവരും പോകണം. ഇനി അടുത്ത 80 എടുത്താൽ 8 പോകുന്നുണ്ട്, വീണ്ടും 6 പോകുന്നില്ല. അടുത്ത 20ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ എടുത്താൽ 100. 100ല് 6ഉം പോകുന്നില്ല, 8ഉം പോകുന്നില്ല. അടുത്ത 120. 120ല് 6ഉം പോകുന്നുണ്ട്, 8ഉം പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 120നെ LCM ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് LCM എടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എല്ലാവരും നമ്മൾ സ്കൂളിലോട്ട് ചെയ്യുന്ന മെത്തേഡ്, ഡിവിഷൻ മെത്തേഡ്, അത് യൂസ് ചെയ്തെടുക്കണം. ഇനി 120 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ബെല്ലുകളെല്ലാം എല്ലാ 2 മിനിറ്റിലും ഒരുമിച്ച് അടിക്കും. എല്ലാ 2 മിനിറ്റ് ആകുമ്പോൾ ഒരുമിച്ച് അടിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബെല്ലുകൾ എത്ര വട്ടമാണ് 30 മിനിറ്റിന്റെ ഇടയ്ക്ക് വെച്ച് ഒരുമിച്ച് അടിക്കുന്നത് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു മെജോറിറ്റി ആൾക്കാരും എക്സാമിൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറഞ്ഞ 30 മിനിറ്റ് ഓരോ 2 മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ 30/2 15 എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി പോയി ഒരു മെജോറിറ്റി ആൾക്കാർ ആൻസർ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരുപാട് പേർക്കും തെറ്റുന്ന അവിടാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഫ്രീക്വന്റും ആണ്. ഓക്കെ, ശരിയാണ്. നമ്പർ ഓഫ് ഇന്റർവൽസ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്പർ ഓഫ് ഇന്റർവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 30 മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 മിനിറ്റ് 15 ഇന്റർവൽസ് ആണ് ഉള്ളത്. അപ്പൊ ഒരുപാട് പേരും ഈ 15ആണ് ആൻസർ മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും 15 അല്ല ആൻസർ. ആ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈനിന് വരുന്ന ഇമ്പോർട്ടൻസ് ഇവിടാണ്. 5 bells commence tolling together. 5 ബെല്ലുകൾ ഒരുമിച്ച് അടിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൂടി എക്സ്ട്രാ എടുക്കണം. നമുക്ക് ഈ കിട്ടുന്ന 15 എന്താ? നമുക്ക് ആ കിട്ടുന്ന 15 എന്ന് പറഞ്ഞാൽ നമ്മൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30. ഇതാണ് നമ്മുടെ 15 എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി ആദ്യമേ 0യിൽ ഒന്ന് അടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒന്ന് കൂടുതലായിരിക്കും ഈ കിട്ടുന്ന ഇന്റർവെലിനേക്കാളും. ഇപ്പൊ നമ്പർ ഓഫ് ഇന്റർവൽ 15 ആണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇന്റർവൽസ്, നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഇന്റർവൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർവൽ എന്ന് പറയുന്നത് നമ്മുടെ 15ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി 16 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 bells commence tolling together, ആൻസർ 16 വരും. ഈ ലൈൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോഴും ആൻസർ 16 വരും. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു ലൈൻ എടുത്ത് പറയുവാണ് എക്സ്ക്ലൂഡിങ് ഈ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അടിച്ചു തുടങ്ങുന്നത് കൺസിഡർ ചെയ്യണ്ട എന്ന് പറയുവാണെങ്കിൽ ആൻസർ എന്ത് വരും? 15 വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിടത്ത് SSCയുടെ CGL എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച സമയത്ത് അവർ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഒരുമിച്ച് അടിക്കുന്ന കൺസിഡർ ചെയ്യേണ്ട, എക്സ്ക്ലൂഡിങ് ദാറ്റ് കണ്ടീഷൻ. അപ്പൊ ആൻസർ എന്തായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ, ലൈക്ക് അവിടുത്തെ ആൻസർ സം അതർ, ബട്ട് അവിടുത്തെ വാല്യൂ അനുസരിച്ച്. പക്ഷെ ആൻസർ എന്തായിരിക്കും? ഇപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ 15 ആയിരിക്കും. പക്ഷെ അവര് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആൻസർ എന്ത് തന്നെ വരും? 16 തന്നെ ആൻസർ വരും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ വളരെ ഫ്രീക്വന്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് പിക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടെ വരുന്ന കണ്ടീഷൻസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത് അഗെയിൻ നമ്മുടെ HCF LCന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. യൂഷ്വലി പെന്നും പെൻസിലും വെച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ബോളും ബാറ്റും വെച്ചാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന അഗെയിൻ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹാസ് ടു ഡിസ്ട്രിബ്യൂട്ട് 96 ബാറ്റ്സ് ആൻഡ് 180 ബോൾസ് എമോങ് എ നമ്പർ ഓഫ് പ്ലേയേഴ്സ്. അപ്പോ ഒരു PT ടീച്ചർ, ഓക്കെ, ഒരു PT ടീച്ചറിന് 96 ബാറ്റും ഉണ്ട്, 180 ബോൾസും ഉണ്ട്. ഇത് സ്റ്റുഡൻസിന് ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യേണ്ടി? സച്ച് ദാറ്റ് പ്ലേയേഴ്സ് ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് ബാറ്റ്സ് ആൻഡ് ലൈക്ക് വൈസ് ഓൾ പ്ലേയേഴ്സ് ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് ബോൾസ്. അപ്പൊ എങ്ങനെ കിട്ടേണ്ടത്? എല്ലാ സ്റ്റുഡൻസിനും ഒരേ നമ്പർ ഓഫ് ബാറ്റ് കിട്ടണം ആൻഡ് എല്ലാ സ്റ്റുഡൻസിനും ഒരേ നമ്പർ ഓഫ് ബോൾ കിട്ടണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബാറ്റ് കിട്ടണം എന്നല്ല പറയുന്നത്. ഒരു സ്റ്റുഡന്റിന് 5 ബാറ്റ് വെച്ച് കിട്ടാം. പക്ഷെ കിട്ടുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്തായിരിക്കണം? ബാറ്റ് സെയിം ആയിരിക്കണം. അതേപോലെ കിട്ടുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്ത് സെയിം ആയിരിക്കണം? ബോളും സെയിം ആയിരിക്കണം. ഇനി അഗെയിൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്റും ബോളും സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഒരാൾക്ക് 5 ബാറ്റും 10 ബോളും കിട്ടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിട്ടുന്ന എല്ലാവർക്കും ബാറ്റ് സെയിം ആയിരിക്കണം, കിട്ടുന്ന എല്ലാവർക്കും ബോൾ സെയിം ആയിരിക്കണം.
വാട്ട് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് റിസീവിംഗ് ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. എത്ര പേർക്ക്, ഏറ്റവും കൂടുതൽ എത്ര പേർക്ക് ഇങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, HCF LCM ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ HCF എടുക്കണോ LCM എടുക്കണോ എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ കൺഫ്യൂഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണപ്പെടാൻ പഠിക്കൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ കണ്ടീഷൻസ് ഒന്നും കാണപ്പെടാൻ പഠിക്കേണ്ട. ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ, ഓക്കെ, ഇതേപോലത്തെ HCF LCM ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ലോജിക്കാണ്, ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഒരു കാര്യം എപ്പോഴും ക്ലിയർ ആയിരിക്കും, HCF LCM എപ്പോഴും കുറച്ച് നമ്പേഴ്സിന്റെ HCF എടുത്താൽ അത് ആ തന്നേക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. സോറി, നമ്മുടെ LCM എടുത്താൽ തന്നേക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും LCM. നമ്മൾ കുറച്ച് നേരത്തെ 20 ആണോ അല്ലെങ്കിൽ 20ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ള രീതിയിൽ എടുത്തത്. അതല്ല HCF ആണെങ്കിൽ എപ്പോഴും തന്നേക്കുന്ന നമ്പറിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ തന്നേക്കുന്ന നമ്പറിലെ ഏറ്റവും ചെറുതോ ആയിരിക്കും ആൻസർ. തന്നേക്കുന്ന നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പറോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ ആയിരിക്കും HCF എന്ന് പറയുന്നത്. അപ്പൊ LCM ആണോ HCF ആണോ എന്ന് ആലോചിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഒരു കാര്യം മാത്രം ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ഈ പറഞ്ഞ ആൻസർ വലുതായിരിക്കോ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന നമ്പറിനേക്കാളും വലിയൊരു ആൻസർ വരുമോ തന്നേക്കുന്ന നമ്പറിനേക്കാളും ചെറിയൊരു ആൻസർ വരുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് മനസ്സിലാവും. അത് ചിലപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴും മനസ്സിലാവും. ഓപ്ഷൻ നോക്കിയേ, ആ തന്നേക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണോ വലുതാണോ? ചെറുതല്ലേ. അപ്പം പെട്ടെന്ന് മനസ്സിലാവുന്നത് HCF ആണെന്ന്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 96 ബാറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 96 ബാറ്റിനെ 96നേക്കാളും കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. 96 ആൾക്കാർക്കോ അല്ലെങ്കിൽ 96നേക്കാളും താഴെയുള്ള ഒരാൾക്കാർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആൻസർ ഷുഡ് ബി ലെസ് ദാൻ ദ ഗിവൺ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? HCF ആണ് എടുക്കേണ്ടത്. എനിക്ക് ഒരിക്കലും ആ ഹയസ്റ്റ് ലോവസ്റ്റ് ലീസ്റ്റ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് HCF, ആ എഫ് എന്നുള്ള വേർഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫാക്ടർ എന്നുള്ളത്. ആൻഡ് LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ടേബിൾ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ തുടങ്ങുന്ന ആ നമ്പറിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ആ നമ്പറിനേക്കാളും ചെറുതായിരിക്കും. ആൻഡ് ഏതോ നമ്പറിന്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് എടുത്താൽ 12ന്റെ ഏറ്റവും വലിയ ഫാക്ടർ 12 തന്നെ. പക്ഷെ 12ന്റെ LCM എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏത് തന്നെ ആയിരിക്കും? 12 തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, HCF എവിടാണോ തീരുന്നത് അവിടാണ് LCM തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. LCM എപ്പോഴും വലുതായിരിക്കും, HCF എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ചെറിയൊരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ മൈൻഡിൽ വെച്ചേക്കുക. എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ കാര്യം ഒന്ന് ആലോചിക്കുക മതി. ഇതിനേക്കാളും വലുതായിരിക്കോ ചെറുതായിരിക്കോ? വലുതാണ് ആൻസർ എങ്കിൽ LCM ആയിരിക്കും, ചെറുതാണെങ്കിൽ HCF ആയിരിക്കും. പിന്നെ ഓപ്ഷൻ കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ചുമ്മാ ഈ തന്നേക്കുന്ന നമ്പറിന്റെ HCF എടുത്താൽ മതി. അപ്പോൾ ഈ HCF ഓഫ് നിങ്ങൾക്ക് ആ 96ഉം അതുപോലെ തന്നെ ആ 180 നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 96ഉം ആ 180യുടെയും നമ്മൾ HCF എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. രണ്ട് നമ്പറും നമുക്ക് ഏതിൽ പോകുന്നുണ്ട്? 12ന്റെ മൾട്ടിപ്പിൾസാ. ഓക്കെ, പക്ഷെ 24ലൊക്കെ പോകുന്നുണ്ടോ? ഇല്ല. രണ്ട് നമ്പറും ഈ പറയുന്ന 24ൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ 96 180. ഓക്കെ, രണ്ട് നമ്പറും നമുക്ക് ഒരേപോലെ പോകുന്ന നമ്പർ നിങ്ങൾക്കറിയാം. രണ്ട് നമ്പറും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ 6 പോകുന്നുണ്ട്. 6 വെച്ച് എടുക്കുകയാണെങ്കിൽ എനിക്കത് 1 ആൻഡ് 6 എന്ന് വരും, 16 എന്ന് വരും. ആൻഡ് 180 എടുക്കുമ്പോഴത്തേന് എനിക്കത് 30 എന്ന് വരും. ഇനി രണ്ട് നമ്പർ എഴുതി പോകുന്നുണ്ട്, 2 പോകുന്നുണ്ട്. 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 8 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് ഈ പറയുന്ന 15 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി 8ഉം 15ഉം ഒരേപോലെ പോകുന്ന നമ്പേഴ്സ് ഇല്ല. ഈ 8ഉം 15ഉം എന്ത് നമ്പേഴ്സാ? കോ പ്രൈം നമ്പേഴ്സാ. ഓക്കെ, ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് ഇനി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ HCF എന്തായിരിക്കും? ഇതായിരിക്കും. 6 × 2 12 ആയിരിക്കും നമ്മുടെ HCF. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആണെങ്കിൽ 12 ആണ് നമ്മുടെ HCF. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി 12 സ്റ്റുഡൻസ് ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. നമുക്ക് 12 സ്റ്റുഡൻസിന്, ഓക്കെ, നമുക്ക് അവിടെ 12 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ, സോ 12 പ്ലേയേഴ്സിന് നമുക്ക് ഈ പറഞ്ഞ ബാറ്റും ബോളും ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, ഇത് ചോദിക്കാം, ഇതാണ് ചോദിച്ചത്, പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വല്ലതും ചോദിക്കാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന് എത്ര ബാറ്റ് കിട്ടി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് എത്ര ബോൾ കിട്ടി എന്നും ചോദിക്കാം. അതുകൂടി നമുക്കൊന്ന് എടുത്തേക്കാം. അപ്പൊ നമുക്കിവിടെ 96 ബാറ്റ് ആണുള്ളത്. ഈ 96 ബാറ്റ്സ് എങ്ങനെയാ കൊടുക്കുന്നത്? 12 പേർക്കാണ് കൊടുക്കുന്നത്, 12 പ്ലേയേഴ്സിന്. അതിന്റെ കൊടുക്കുന്ന എങ്ങനെ? 12 × എന്ത് ചെയ്യുമ്പോഴാണ് 96 വരുന്നത്? അതാ നമുക്ക് ഇവിടെ തന്നെ അത് ഉണ്ട്, ഇവിടെ താഴെ നമുക്ക് അതുണ്ട്. 12 × 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡന്റിന് 8 ബാറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്കവിടെ 180 ബോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 180 ബോൾസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കുന്നത്? 12 പ്ലെയറിന് തന്നെ കൊടുക്കുന്നത്.
പക്ഷെ അത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്ലെയറിനും 15 ബോൾ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ 12 സ്റ്റുഡൻസിന് 8 ബാറ്റ് വെച്ചും 12 സ്റ്റുഡൻസിന് 8 ബാറ്റ് വെച്ചും ആൻഡ് 15 ബോളും വെച്ചാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു നല്ല ചോദിക്കാൻ പറ്റിയ നല്ല 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്തോട്ടും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ 12 ചോദിക്കുന്നതിന് പകരം വേണമെങ്കിൽ 8 15 ചോദിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റിന് എന്ത് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കി വെച്ചേക്കണം. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. പക്ഷെ അടുത്ത വട്ടം ചോദിക്കുമ്പോൾ അവർ ചെറുതായിട്ട് മാറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ആവത്തില്ല. റിപ്പീറ്റ് ആവുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാറ്റങ്ങൾ വരുത്തുമ്പോൾ റെയിൽവേ ഒരുപാട് പണിയെടുക്കാറില്ല. ഓക്കെ, റെയിൽവേ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ചോദിക്കുക ചെയ്യുന്നത്. ഒരു ഭയങ്കര പുതിയൊരു ക്വസ്റ്റിലേക്ക് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ള ഞാൻ മുമ്പോട്ട് പോകുമ്പോഴും കാണിച്ചു തരാം. പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റിനും നേരത്തെ ചോദിച്ചുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എടുത്ത് പറയുകയും ചെയ്ത് ഏത് എക്സാമിൽ എവിടെ ചോദിച്ചു നടക്കാൻ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കിയിട്ട് പോവുക എന്നുള്ള പറയുന്നതിന്റെ ഒരു മെയിൻ റീസൺ അതുകൂടിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് അവിടെ അത് ഫുൾ സോൾവ് ചെയ്തിട്ട് ആ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനേ ചോദിക്കുന്നുള്ളൂ. നമുക്കത് സിമ്പിൾ ആയിട്ടൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോർഡമസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങൾക്കറിയാം ആദ്യം നമ്മൾ ഡിവിഷനും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് ബ്രാക്കറ്റോ ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇപ്പോൾ ഓഫ് ഉണ്ടോ? ഇല്ല. വിൻകൊല്ലം വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് തുടങ്ങാം. ആദ്യം എവിടെ നിന്ന് തുടങ്ങേണ്ടത്? ഇതാണ്ട് നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് ഫുള്ള് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് എഴുതാൻ നിൽക്കില്ല. ഓക്കെ, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് സ്ക്രീനിൽ നോക്കി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചൊക്കെ സ്ക്രീനിൽ വെച്ച് പാർഷ്യലി സോൾവ് ചെയ്തതിന് ശേഷം റിസോൾവ്ഡ് ഫോമിനെ പേപ്പറിലേക്ക് എടുക്കുക. അതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതുന്നത് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. ആ വലിയ ക്വസ്റ്റ്യൻ മൊത്തം അതേപോലെ കോപ്പി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കത് ട്രൈ ചെയ്യാം. 34നെ 9 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര വരും? നമുക്ക് അറിയാം 34നെ നമ്മൾ 19 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന എത്രയാണ്? 15 ആണ് നമുക്ക് ബാക്കി വരുന്നത്. 15. ഇനി നമ്മൾ നോക്കി ആ 45 ഡിവൈഡഡ് ബൈ 15 ആണ് അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റിലുള്ളത്. അങ്ങനെ ഈ 45നെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയെന്ന് വരും? 3 എന്ന് വരും. അപ്പോൾ നമുക്ക് അവിടെ -3. അതിന് മുമ്പ് മൈനസ് കൂടി ഉണ്ടായിരുന്നു, -3. ആ -3 എടുത്തു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇൻഡു ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഹാഫ് ഓഫ് 12. 12ന്റെ പകുതി എത്ര? 6 അല്ലേ? ആൻഡ് 6 × 5 30 ആണെങ്കിൽ അത് മൊത്തം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരുന്നുണ്ട്? 30 എന്ന് വരുന്നുണ്ട്. അതും ഒരു -30 ആണ്. അതിന്റെ മുമ്പിലും മൈനസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു 12 + 8 ഉണ്ട്. 12 + 8 എത്ര? 20. നമ്മുടെ റഫ് പേപ്പറിലേക്ക് എഴുതുവാണെങ്കിൽ പോലും എന്താ ഇതേ എഴുതാവും. ആ ഫുൾ ക്വസ്റ്റ്യൻ ഒരിക്കലും പേപ്പറിലേക്ക് വരാനേ പാടില്ല. ഇതായിരിക്കണം പേപ്പറിലേക്ക് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ വെച്ച് തന്നെ എന്ത് തീർക്കാൻ നോക്കുക? ഈ ബ്രാക്കറ്റ് ഓഫ് ഒക്കെ തീർക്കാൻ നോക്കുക. പിന്നെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ പേപ്പറിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അവിടെ ഈ പറയുന്ന ബ്രാക്കറ്റും ഓഫ് ഒക്കെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഫ് ഇല്ല, ചെറിയ ചെറിയ ബ്രാക്കറ്റ് ഒക്കെ ഉള്ളെങ്കിൽ ആ ബ്രാക്കറ്റ് സ്ക്രീനിൽ വെച്ച് തീർത്തിട്ട് പ്ലസ് ഈ ഇൻറ്റു ഡിവൈഡ് കൂടി അങ്ങ് സ്ക്രീനിൽ വെച്ച് തീർത്തേക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം പറ്റുന്ന പോലെ അത് ഓൺ സ്ക്രീൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് മൈനസ് ചെയ്തെടുത്ത ആൻസർ വരും. നമുക്കറിയാം 20 ന്ന് 30 മൈനസ് ചെയ്താൽ -10 വരും. -10 -3 കൂടി -13 വരും. നമ്മുടെ പേപ്പറിലേക്ക് വരാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റഫ് പേപ്പറിലേക്ക് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലും വേണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി -13 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ. ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നേരത്തെ SSCയിലും റെയിൽവേയിലും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. SSCയിലാണെങ്കിൽ ഇതേപോലെ 100 വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 1/100 വരെ. ഓക്കെ, ഇവിടെ ഇപ്പം അവർ ചോദിച്ചിരിക്കുന്ന എവിടെ വരെ ഉള്ളൂ? നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റാ, നമുക്കൊരു 1/10 വരെയൊക്കെ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യേണ്ടി എങ്ങനെ? ഇപ്പൊ നമ്മൾ ആദ്യത്തെ സോൾവ് ചെയ്യണമെങ്കിൽ 1 - 1/3 1/2 എന്ന് പറഞ്ഞാൽ 1 അര മൈനസ് ചെയ്താൽ ബാക്കി അര ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻറ്റു ഇനി 1 1/3 മൈനസ് ചെയ്താൽ ബാക്കി അവിടെ 3-ൽ 1 പോയാൽ ബാക്കി 3-ൽ 2 കാണും. അതേപോലെ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ വരും. ബാക്കിയുള്ളത് അടുത്ത നമുക്ക് 1/2 2/3 അടുത്ത നമ്മൾ അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അടുത്ത ഡോട്ട് ഇട്ടാ കൊടുത്തേക്കുന്നത്. അടുത്ത എന്തായിരിക്കും? 3/4 ആയിരിക്കും. അടുത്ത 4/5 ആയിരിക്കും. നമ്മൾ ആക്ച്വലി അത് മൊത്തം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒട്ടും ഡൗട്ട് വരാതിരിക്കാം നമ്മൾ എഴുതി പോവാം. അടുത്തത് ഈ പറഞ്ഞ 5/6 ആയിരിക്കും. അടുത്തത് 6/7 ആയിരിക്കും. അടുത്ത 7/8 ആയിരിക്കും. ഇത്രയാണ് അവർ ഡോട്ട് ഇട്ട് വിട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് നല്ലപോലെ മനസ്സിലാൻ വേണ്ടി മാത്രം നമ്മൾ എഴുതിയുള്ളൂ, എക്സാമ്പിൾ എഴുതല്ല. ഓക്കെ, ഇൻറ്റു അടുത്ത 1 ന്ന് 1/9 മൈനസ് ചെയ്താൽ ബാക്കി എന്ത് വരും? 8/9 വരും. 9-ൽ 1 പോയാൽ ബാക്കി 8 കാണും. 8/9. ഇനി അടുത്ത 10-ൽ 1 പോയാൽ ബാക്കി 10-ൽ 9 ഉണ്ടായിരിക്കും. ഇതാണ് പിന്നെ അവർ തന്നേക്കുന്നത്. ഇനി നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും നല്ലപോലെ ക്യാൻസൽ ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ക്യാൻസൽ ആവുന്ന മനസ്സിലാവാൻ കൂടിയാണ് ആ നടുക്കുള്ളത് എഴുതിയത്. ഡൗട്ട് വരാതിരിക്കാം. ഇവിടെ നിന്ന് ഈ 2-ഉം 2-ഉം ക്യാൻസൽ, 3-ഉം 3-ഉം ക്യാൻസൽ, 4-ഉം 4-ഉം ക്യാൻസൽ, 5 5 6 6 7 7 ഇതിങ്ങനെ ക്യാൻസൽ ആയി പോകുന്ന നമുക്കൊന്ന് കാണുമ്പോൾ മനസ്സിലാവണം. അതാണ് ഇമ്പോർട്ടന്റ്. ശരിക്കും ബാക്കി എന്താ വരത്തുള്ളൂ? ഇവിടുത്തെ ആദ്യത്തെ നമ്പറും ഇവിടുത്തെ ഈ അവസാനത്തെ നമ്പറിന്റെ ഡിനോമിനേറ്റർ ആണ്. ഈ ബാക്കി വരുന്ന ആ 1/10 മാത്രമേ ബാക്കി വരത്തുള്ളൂ. ഓപ്ഷനിലേക്ക് വരുമ്പം
ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ ഡി 1/10 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് മാക്സിമം ഓൺ സ്ക്രീൻ തീർക്കാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒരുപാട് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് NTPCയിൽ കണ്ട ഒരു ഷിഫ്റ്റ്, ലൈക്ക് ക്വസ്റ്റ്യൻസിൽ വന്ന ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു ട്രിഗ്നോമെട്രിയുടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, വലിയ ഡിഫിക്കൽട്ട് അല്ലാത്ത ഒരു വളരെ ചെറിയ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ക്വാഡ്രന്റ് സിസ്റ്റം വെച്ച് നമ്മുടെ ഈ 2ഉം ഈ 8 കൂടി ആഡ് ചെയ്യുമ്പോൾ 90 വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ A+B നമുക്ക് പ്രോപ്പർട്ടി സൈഡിലേക്ക് എഴുതാം. A+B = 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? tan A × tan B = നമുക്ക് എന്തെന്ന് വരും? 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 2ഉം 80യും 90 ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്താവും? 1 ആവും. ഇടയ്ക്ക് ഇൻറ്റു ആണ് കൊടുത്തേക്കുന്നത്, പ്ലസ്സും അല്ല കൊടുത്തേക്കുന്നത്. അടുത്തത് 3ഉം 87ഉം, അതും 1 ആവും. ഇതിന്റെ ഇടയ്ക്കോടെ ഇതേപോലുള്ള എല്ലാ വാല്യൂസും, അടുത്ത 4ഉം 86ഉം 5ഉം 85ഉം, ഇങ്ങനെ ഇതെല്ലാം 1 ആവും. അതുപോലെ ഇവിടെ ഇപ്പം വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ 43ഉം 47ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 90, അതും 1 ആവും. പിന്നെ എക്സ്ട്രാ തന്നേക്കുന്ന ഒരു സാധനം ഇതാണ് നമ്മുടെ tan 45. പക്ഷെ tan 45യുടെ വാല്യൂ ഇറ്റ്സെൽഫ് എന്താണ്? അതും 1 ആണ്. അങ്ങനെയെങ്കിൽ എല്ലാം 1 × 1 × 1 × 1 × 1 എന്നാ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആൻസർ മൊത്തത്തിൽ എന്തെന്ന് വരത്തുള്ളൂ? 1 എന്ന് വരത്തുള്ളൂ. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 1 ആണ് നമ്മുടെ ആൻസർ. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തയും വീണ്ടും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ. ജസ്റ്റ് വാല്യൂസ് ഇട്ട് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ആൻഡ് നമുക്ക് അവിടെ കാണാം tan 45 - tan 35 1 + tan 45 tan 30. ആക്ച്വലി അതെന്ന് പറയുന്നത് നമ്മുടെ tan A+Bയുടെ tan A - Bയുടെ ഫോർമുല കൊടുത്തേക്കുന്നത്. മൈനസ് ആയതുകൊണ്ട് മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും കൊടുത്തേക്കുന്നത് tan 45 - 30. tan 45 - 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്താണ്? tan 15 ഡിഗ്രി. ആക്ച്വലി tan 15ന്റെ വാല്യൂ എന്താ എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ വാല്യൂ അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. tan 50യുടെ വാല്യൂ 2 - √3 ആണ്. അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. എനിക്ക് ഇത് അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് 2 - √3 മാർക്ക് ചെയ്തിട്ടങ്ങ് പോകും. എനിക്ക് എഴുതാൻ നിൽക്കത്തേ ഇല്ല. പക്ഷെ നീ എഴുതി ചെയ്യുവാണെങ്കിൽ എങ്ങനെ എഴുതി ചെയ്യാം നമുക്ക് ചുമ്മാ ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. എന്ത് ചെയ്യോ? വാല്യൂ ഇട്ട് കൊടുക്കുക. tan 45 എന്താ? 1 ആണ്. tan 30 എന്താ? 1/√3 ആണ് നമ്മുടെ tan 30 എന്ന് പറയുന്നത്. അപ്പം 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1ഉം tan 30 1/√3. അപ്പോൾ 1 × 1/√3 1/√3 തന്നെ വരും. അപ്പോൾ ഈ 1 - 1/√3 1 + 1/√3 നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേന്ന് നമുക്ക് മേളിൽ √3 - 1/√3 എന്നും താഴെ നമുക്ക് ഇതേപോലെ √3 + 1/√3 എന്നും വരും. ഇനി ഇവിടെ നിന്ന് ഈ √3യും √3യും ക്യാൻസൽ ആവും. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ളത് ഇവിടെ √3 - 1/√3 + 1 ആണ് ബാക്കിയുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് എടുത്ത് സോൾവ് ചെയ്യണം. സോ നമ്മൾ ഈ സംഭവത്തിനെ കോൺജുഗേറ്റ് എടുത്ത് സോൾവ് ചെയ്താൽ, കോൺജുഗേറ്റ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഡൗട്ട് വരാതിരിക്കാൻ ജസ്റ്റ് ആ സ്റ്റെപ്പ് ഒന്ന് എഴുതിയേക്കാം. √3 - 1/√3 + 1 കോൺജുഗേറ്റ് എടുക്കാൻ നമ്മൾ പണ്ട് സ്കൂളിലോട്ട് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടിട്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. √3 മേളിൽ, ഓക്കെ, നമുക്ക് അവിടെ താഴെ പ്ലസ് ആണ്, സോ അവിടെ മൈനസ് വരും. ഓക്കെ, അപ്പോൾ താഴെ പ്ലസ് ആണ്ട് √3 - 1/√3 - 1 നമ്മൾ ഇതുപോലെ മേളിലും താഴെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ A+B × A - B കൺസെപ്റ്റ് വരും. അങ്ങനെ അത് A² - B² ആയിട്ട് ആ റൂട്ട് അങ്ങ് പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി അത് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് മാറ്റാൻ വേണ്ടി. എന്തിനാ കോൺജുഗേറ്റ് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് മാറ്റാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മേളിൽ നമുക്ക് ഈ പറഞ്ഞ √3 - 1² എന്നും വരും. ആൻഡ് താഴെ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ A² - B² എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയർ 3ഉം 1ന്റെ സ്ക്വയർ 1ഉം 3 - 1 എന്ന് വരും. സോ നമ്മൾ ഇനി ആ മേളത്തെ ഒരു A - B² യൂസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്താൽ √3യുടെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1 - 2AB. 2AB എന്ന് പറയുമ്പോൾ 2 × 1 × √3 2√3 ഡിവൈഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ 3 - 1 നമുക്ക് 2 എന്ന് വരും. സോ ഇവിടെ നമുക്കത് √3ന്റെ സ്ക്വയർ 3 + 1 നമുക്കത് 4 എന്ന് വരും. മൊത്തത്തിൽ 4 എന്ന് വരും. ആക്ച്വലി നമ്മൾ ആ സ്റ്റെപ്സ് മാക്സിമം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് പറഞ്ഞ പോലെ തന്നെ 4 - 2√3/2 എന്ന് വരും. നമ്മൾ താഴത്തെ 2 വെച്ച് മേളത്തെ 2-നെയൊക്കെ ഒന്ന് വെട്ടുക, അല്ലെങ്കിൽ 2 കോമൺ എടുത്തൊരു കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനലി ബാക്കി ലാസ്റ്റ് എന്തേ വരത്തുള്ളൂ? 2 - √3 എന്ന് വരും. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം അറിയാവുന്ന ഒരാൾക്ക്, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 - √3 ആണ് tan 15ന്റെ വാല്യൂ എന്ന് അറിയാവുന്ന ഒരാൾക്ക് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡോടെ ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷെ അത് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മളിപ്പം ചെയ്ത പോലെ ഇത് മൊത്തം സോൾവ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു പോകണം. ബിക്കോസ് ഒരു നല്ലൊരു സിംപ്ലിഫിക്കേഷൻ ആണ് ആക്ച്വലി അവിടെ വരുന്നത്. അതും റൂട്ടൊക്കെ ചേർന്നിട്ടുള്ളൊരു സിംപ്ലിഫിക്കേഷൻ. സോ തെറ്റുള്ള ചാൻസ് എന്തായിരിക്കും? കുറച്ച് അധികമായിരിക്കും. അപ്പോൾ നമ്മളത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയായിരിക്കണം നമ്മൾ എടുത്ത് പോകേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നമുക്ക് തിരിച്ച് നമ്മുടെ
ഓക്കെ, നമ്മുടെ ഒരു ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. The top of two towers of height x and y standing on a level ground. ഓക്കെ, നമ്മുടെ രണ്ട് ടവേഴ്സ് ഉണ്ട്, എക്സും വൈയും ആണ് അതിന്റെ ലെന്ത്, സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ലെറ്റ്സ് സേ ഇത് എക്സ് എന്ന് എടുക്കാം, ഇത് വൈ എന്ന് എടുക്കാം. ഇനി അവിടെ പറയുന്നത് subtend an angle 60 degree and 30 degree respectively at the midpoint of the line joining their feet. അവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിന്റെ ഇടയ്ക്കുള്ള മിഡ് പോയിന്റ്, ഓക്കെ, മിഡ് പോയിന്റ് നടുക്കുള്ള പോയിന്റിലേക്ക് ഇതിന്റെ ടോപ്പിനെ ഇങ്ങനെ ടച്ച് കൊണ്ടുവന്ന് നമ്മൾ ജോയിൻ ചെയ്യുമ്പം അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് 30 ഡിഗ്രി ആണെന്നും, ഇത് ഉറപ്പായിട്ടും ചെറിയ ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി, ഇത് വലിയ ആംഗിൾ ആയിരിക്കും, അപ്പൊ ഇത് 60 ഡിഗ്രി. അപ്പൊ നമുക്കത് നോക്കി മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതാ വലുത് ഏതാ ചെറുതെന്നുള്ളത് നോക്കി മാർക്ക് ചെയ്യാം. ഇനി ചോദിക്കുന്ന x:y എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. x:y അതിന്റെ ഹൈറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം, അവിടെ നിന്ന് ഒരിക്കലും ഹൈറ്റിന് റിയൽ വാല്യൂ കിട്ടത്തില്ല. എന്തെങ്കിലും റിയൽ വാല്യൂ തന്നിട്ടുണ്ടോ, ഇൻ മീറ്റർ, ഇൻ സെന്റിമീറ്റർ, എനിത്തിങ്, ഒന്നുമില്ല. അപ്പൊ ഉറപ്പായിട്ടും അവിടെ നിന്ന് എന്ത് കിട്ടത്തില്ല, ഒരു റിയൽ വാല്യൂ വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് റേഷ്യോ വെച്ച് തന്നെ ആയിരിക്കും സോൾവ് ചെയ്യേണ്ടത്. പക്ഷെ അവളെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്ത് ആൻസർ എടുക്കുക. എങ്ങനെ? 60 ഡിഗ്രി എന്താ ടാൻ 60യുടെ വാല്യൂ? ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓക്കെ, നമ്മുടെ ഓപ്പോസിറ്റ് എക്സും അഡ്ജസന്റ് നമ്മുടെ ഈ പറഞ്ഞ ഒരേ വാല്യൂ ആയ ഇത് രണ്ട് സെയിം ആണ് നമുക്കറിയാം. ലെറ്റ്സ് സേ ഇത് ഈ പറഞ്ഞ ഇത് എ ആണ്, ഇത് എ ആണ്, നമുക്ക് ചുമ്മാ പറയാം. ഓക്കെ, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് ഇത് എ ആണ്, ഇത് എ ആണ്, രണ്ടും സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആ. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് √3യും അഡ്ജസന്റ് 1, ഇത് 1 ആയിരിക്കും. ഓക്കെ, ഇനി 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് 1ഉം ഈ അഡ്ജസന്റ് ഈ താഴത്തെ √3 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു കാര്യം അറിയാം, താഴത്തെ ഈ രണ്ട് എ ഇതും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഇത് മിഡ് പോയിന്റിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 1ഉം ഈ √3 എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പക്ഷെ സെയിം ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്താക്കണം, സെയിം ആക്കണം. ഓക്കെ, എങ്ങനെ സെയിം ആക്കാം? ഒന്നെങ്കിൽ ഈ √3നെ 1 ആക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ 1നെ √3 ആക്കണം. ഇപ്പൊ എളുപ്പം ചെയ്താൽ അപ്പുറത്തെ 1നെ √3 ആക്കുന്നത് എന്ത് ചെയ്താൽ മതി, ആ ഫുൾ വാല്യൂസിനെ ഒന്ന് √3 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ബാലൻസിങ് ഓഫ് റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ √3 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെല്ലാം ഈ പറഞ്ഞ ബാലൻസ് ആയിക്കോളും. ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 1നെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴത്തെ വാല്യൂ 1 × √3 നമുക്ക് ഈ പറഞ്ഞ √3 എന്ന് വരും. ഇത് ഓൾറെഡി എന്ത് തന്നെ, √3 തന്നെ. ഇപ്പൊ ഇവിടുത്തെ രണ്ടും എന്തായി, സെയിം ആയി. ഇനി ഇവിടുത്തെ വാല്യൂ എന്താ, 1. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 1. ഇനി നമ്മുടെ ഇവിടുത്തെ വാല്യൂ എന്തായി, എക്സിന്റെ വാല്യൂ √3 × √3. √3 × √3 എന്ന് പറയുമ്പോൾ നമുക്ക് അത് എത്ര ആവും, 3 ആകും നമുക്കത്. അങ്ങനെയാണെങ്കിൽ 3. നമ്മുടെ ആൻസർ എത്ര വരും, 3:1. നോക്കിയേ, നമ്മളവിടെ ജസ്റ്റ് ആ ഫിഗർ മാത്രമേ വരച്ചിട്ടുള്ളൂ, എന്നിട്ട് അവിടെ തന്നെ ആ റേഷ്യോ എടുത്ത് അവിടെ തന്നെ ആ റേഷ്യോനെ ബാലൻസ് ചെയ്ത് നമ്മൾ ആൻസർ എടുത്തിട്ടുണ്ട്. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ ഡി √3:1 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റിനെ കുറിച്ച് പറയാം. കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റാണ് 60 ഡിഗ്രിയും ആ എക്സിന് കറസ്പോണ്ടിങ് 60ഉം ആ വൈന് കറസ്പോണ്ടിങ് 30ഉം. അങ്ങനെയാണെങ്കിൽ 60 എടുത്തിട്ട് 2:1 എന്ന് എടുക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അറിഞ്ഞിരിക്കുക. ഒരിക്കലും ഓപ്ഷൻ എ കയറി മാർക്ക് ചെയ്യല്. ഒരുപാട് പേര് അങ്ങനെ എടുക്കാറുണ്ട്, കംപ്ലീറ്റ്ലി തെറ്റാണ്. ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എങ്ങനെ എടുക്കണമെന്ന് അറിയുന്ന പോലെ തന്നെ എങ്ങനെ എടുക്കല് ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെ തെറ്റിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നത് അങ്ങനെയാണ്, അങ്ങനെ എടുക്കാനേ പാടില്ല. ഒരിക്കലും അത് വെച്ച് റൈറ്റ് ആൻസർ വരത്തില്ല. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, എനിക്ക് തോന്നുന്നു നമ്മളുടെ മാത്സിന്റെ ഏരിയയിലേക്ക് വന്ന ഓവറോൾ ക്വാണ്ടിറ്റി ആപ്റ്റിലുള്ള ഏരിയയിലേക്ക് വന്ന നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആവുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ചാപ്റ്റേഴ്സിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, ദ മാത്സ് മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, എല്ലാത്തിൽ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, അതെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ്. സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ചോദിക്കുന്നതും. അതിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നേരത്തെ നമ്മുടെ പാസ്റ്റില് NTPCയുടെ സെഷൻസിന് വേണ്ടി അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. A+B + AB/100. പിന്നെ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ അതിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, നല്ലപോലെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാംഗുലർ പ്ലോട്ട്, നമ്മുടെ പെർസെൻറ്റേജിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയത്. ഇഫ് ദ ലെങ്ത്, മെൻസുറേഷൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് ഉള്ളെങ്കിൽ പോലും പെർസെൻറ്റേജിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാംഗുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് ആർ ഇൻക്രീസ്ഡ് ബൈ 10%, അപ്പൊ ലെങ്ത് 10% ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ബ്രെത്ത് 8% ഇൻക്രീസ് ചെയ്യുന്നു, രണ്ട് ഇൻക്രീസ് ആണ്. then by how much % will the area increase or decrease? ഒന്ന് രണ്ട് ഇൻക്രീസ് ആണെങ്കിൽ ആൻസർ എന്തേ വരത്തുള്ളൂ, ഇൻക്രീസേ വരത്തുള്ളൂ. ഓപ്ഷനിൽ നിന്ന് ആദ്യം എന്ത് എലിമിനേറ്റ് ചെയ്യുക, ഡിക്രീസ് എലിമിനേറ്റ് ചെയ്യുക.
ഇനി രണ്ടും കൂടി ഇൻക്രീസ് എത്ര ആവും? ഓക്കെ, ഒന്ന് 10 + 8 18 കൂടുതൽ ഇൻക്രീസ് ആവും. അതാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന് 18 ആൻസർ എന്ന് അറിഞ്ഞിരിക്കുക. ആൻസർ രണ്ടും ഇൻക്രീസ് ആയതുകൊണ്ട് ആൻസർ രണ്ടും കൂടി ആഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ കൂടും. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ രണ്ട് കുറവാണെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുറയോ അതിനേക്കാളും കൂടുതൽ കുറയും. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ 18 വരുന്നുണ്ട്. ഈ 18 കൂടുതലുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ സി അല്ലേ, അത് ആൻസർ. മറ്റേ നോക്കിയാൽ 16 ഉള്ളൂ. നോക്കിയാൽ ആഡ് ചെയ്താൽ 18 തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുമല്ല. നോക്കിയാൽ നമ്മൾ ചെയ്യാതെ ആൻസർ മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് എക്സാമിൽ ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന പേഴ്സണൽ ചാപ്റ്ററിൽ മാത്രമല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിലായാലും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലായാലും അതിലൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. നമുക്കിനി ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ എടുത്തേക്കാം. അപ്പോൾ a + b + ab / 100 100 × 8/100. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 10 + 8 നമുക്ക് ഈ പറഞ്ഞ 18 എന്തായാലും വരും. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ വരുന്നത് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 0.8 എക്സ്ട്രാ വരും. അതാണ് നമ്മൾ പറഞ്ഞ് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് വരുമോ അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആൻസർ എത്ര ആയിരിക്കും? 18.8%. പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് ആൻസർ ഇൻക്രീസ് ആയിരിക്കും നമുക്ക് വരത്തുള്ളൂ. ഇൻക്രീസ്. സോ നമ്മൾ പറഞ്ഞ പോലെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഇൻക്രീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും അഗെയിൻ ഒരു എന്താ പറയുക, ഒരു നല്ല ക്വസ്റ്റൻ ആണ്. പക്ഷെ ആ ക്വസ്റ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയാണ് ചോദിച്ചേക്കുന്നതെന്നും പറയാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ, പക്ഷെ കുറച്ച് ബെറ്റർ ആക്കി ചോദിച്ചിട്ടുണ്ട്. 500 persons can take a dip in a cuboidal pond which is 80 meter long and 50 meter broad. ഒരു വലിയ റെക്ടാങ്കുലർ പോണ്ട് ഉണ്ട്. ഓക്കെ, ആ പോണ്ടിന്റെ ലെന്തും ബ്രെത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 500 പേർക്ക് ഡിപ്പ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം, 500 പേര് അതിൻ്റെ അകത്ത് ഒരുമിച്ച് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ വെള്ളത്തിന്റെ ലെവൽ ഒന്ന് കൂടും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അറിയാം, നമുക്ക് എന്തെങ്കിലും സാധനം നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇവിടെ പറയുന്നത് അവിടെ വരുന്ന റൈസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ ബൈ 1 person എന്ന് പറയുന്നത് 0.04 ആണ്. അപ്പൊ 0.04 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത്രയും മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്രയും മീറ്റർ ക്യൂബ് അത് അവർ തന്നില്ലെങ്കിൽ പോലും, ഇപ്പൊ അവിടെ തന്നിട്ടില്ല, പക്ഷെ തന്നില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം അവിടെ മൊത്തം ആ ഒരു മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതും എന്തായിരിക്കും? മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ആയിരിക്കും ഡിസ്പ്ലേസ് ആകുന്നത് എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളായിട്ട് ഒരിക്കലും അത് അയ്യോ അതെന്താ 0.04 എന്ന് കൺഫ്യൂസ് ആവില്ല. ഓക്കെ, അവിടെ ഇപ്പം ക്വസ്റ്റിൽ പറഞ്ഞ എല്ലാ മീറ്റർ ആണെങ്കിൽ അത് മീറ്ററിലായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന എത്ര വെള്ളത്തിന്റെ ലെവൽ റൈസ് ആവും 500 ആൾക്കാർ ഒരുമിച്ച് ഡിപ്പ് എടുത്താൽ എന്നാണ് ചോദിക്കുന്നത്. നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ എടുക്കാനുള്ള കൺസെപ്റ്റ് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ക്യൂബോയിഡിന്റെ വോളിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ക്യൂബോയിഡിന്റെ വോളി എന്ന് പറയുന്നത് LBH ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നമ്മൾ അത് വെച്ചൊന്ന് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോൾ അത് റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ പറഞ്ഞ വോളി ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് എത്ര ഹൈറ്റ് ആണ് കയറുന്നത് നോക്കിയാൽ മതി. എത്ര ഹൈറ്റാണ് കയറുന്നത് കഴിഞ്ഞാൽ ഈ 500 ആൾക്കാരുടെ വോളിയം, ഈ ടാങ്കിന്റെ വോളിയം എന്ന് പറയുന്നതിന് പകരം ഈ 500 ആൾക്കാരുടെ വോളിയം വെച്ചാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആ 500 ആൾക്കാരുടെ വോളിയവും ഈ റൈസ് ആവുന്ന വെള്ളത്തിന്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിലോട്ട് പഠിക്കുന്ന ആ ഒരു സംഭവം, ഒരു വുഡൻ ബ്ലോക്ക് നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഡിസ്പ്ലേസ് ആവുന്ന വാട്ടറും ആ വുഡൻ ബ്ലോക്കിന്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ കൺസെപ്റ്റ് ആണ് ആക്ച്വലി ഇവിടെയും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അവർ 18 തന്നിട്ടുണ്ട്. ബ്രെത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 തന്നിട്ടുണ്ട്. പക്ഷെ എത്ര വെള്ളത്തിന്റെ ലെവൽ കൂടും നമുക്ക് അറിയത്തില്ല. പക്ഷെ മൊത്തം ഡിസ്പ്ലേസ്മെന്റ് ആവുന്ന വെള്ളം എത്ര? മൊത്തം ഡിസ്പ്ലേസ് ആവുന്ന വെള്ളം എന്ന് പറയുമ്പോൾ 0.04 ഒരാൾക്ക്. അങ്ങനെ 500 പേർക്ക് എന്ന് പറയുമ്പോൾ ഇൻറ്റു 500 അതെടുക്കാൻ നമ്മൾ മറന്നുപോലെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കേ, ആൻസർ ഇതിലാണ് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. മീറ്ററിൽ പോലും അല്ല ആൻസർ തന്നിരിക്കുന്നത്, സെന്റിമീറ്ററിൽ ആൻസർ തന്നിരിക്കുന്നത്. എന്താ വെള്ളം റൈസ് ആവും എന്ന് പറഞ്ഞാൽ ഒരുപാട് മീറ്റർ അങ്ങ് റൈസ് ആവത്തില്ല. എന്താ അത് 80 മീറ്റർ × 50 മീറ്ററിന് പോണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വലിയ പോണ്ടാവും. അപ്പം വെള്ളം എന്ത് ചെയ്യത്തുള്ളൂ? ചെറിയൊരു ലെവൽ ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. മോറോവർ ഒരാൾ ഡിസ്പ്ലേസ് 0.04 മാത്രമാണ്. ഓക്കെ, അത് വളരെ ചെറിയൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 4 × 5 20. പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ 20. അത്രയും മീറ്റർ ക്യൂബ് എന്താ പറയാ ഈ പറഞ്ഞ റൈസ് ആവുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് എന്ത് കിട്ടും? ആ ഹൈറ്റ് കിട്ടും. ഇപ്പൊ 80 × 50 × ആ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 20യും 18 ക്യാൻസൽ നമുക്ക് അവിടെ 4 എന്ന് വരും. 4 × 5 നമുക്ക് 200 എന്ന് വരും. H ഈക്വൽ ടു നമുക്ക് 1/200 എന്ന് വരും. 1/200 മീറ്റർ ആണ്. ഇപ്പൊ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ / 200. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 1/2 എന്ന് വരും.
അപ്പം 1/2 സെന്റിമീറ്റർ ഓപ്ഷനിൽ തന്നേക്കുന്ന അനുസരിച്ചാണെങ്കിൽ 0.5 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 1/2 സെന്റിമീറ്റർ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ടാങ്കിലെ വെള്ളം റൈസ് ആവത്തുള്ളൂ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 0.5 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്തൊരു ചെറിയൊരു ജോമെട്രിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലൈൻ എ ബി സി ഈസ് എ ടാൻജന്റ് ടു എ സർക്കിൾ അറ്റ് ബി ഇഫ് ബി പി ഈക്വൽ ടു ബി ക്യു. നമ്മുടെ ഈ പറയുന്ന ആ എ ബി സി എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്. അതിൽ നമുക്ക് പറഞ്ഞേക്കുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ബി പി ആൻഡ് ബി ക്യു എന്ന് പറയുന്ന ലൈൻ എന്താണ്, സെയിം ആണെന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെയും ലെന്ത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് ആംഗിൾ ക്യൂ ബി സി ഈക്വൽ ടു 72. ക്യൂ ബി സി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 72. ഈ ആംഗിൾ 72 ആണെങ്കിൽ ഇത് ടാൻജന്റ് ആണ്, കോമൺ ടാൻജന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സർക്കിളേ ഉള്ളൂ, ഒരു ടാൻജന്റേ ഉള്ളൂ. സോ ആ ഒരു ടാൻജന്റ് ഈ സൈഡും ആ സൈഡും സെയിം ആയിരിക്കും. പിന്നെ ഈ രണ്ട് സൈഡ് സെയിം ആണ്. ഇത് 72 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതും എന്തായിരിക്കും, 72 ആയിരിക്കും. എന്താണ് ചോദിക്കുന്നത്? ആംഗിൾ പി ബി ക്യു. പി ബി ക്യു എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര വരും എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് മൊത്തം എത്ര, 180 ഡിഗ്രിയാ. അപ്പൊ മൊത്തം 180 ഡിഗ്രി ആണെങ്കിൽ ആ 180 നിന്ന് ആ 72യുടെ ഡബിൾ അങ്ങ് കുറച്ചാൽ പോരെ, 72 × 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് 90 എടുത്തുകൊണ്ട് അതിന്റെ ഹാഫ് വെച്ചുകൊണ്ട് ചെയ്തു പോകാം. ഓക്കെ, നമുക്കിപ്പം തൽക്കാലം പ്രോപ്പർലി ചെയ്യാം. നമുക്കത് 144 എന്ന് വരും. ആൻസർ എത്രയെന്ന് വരും, 36 എന്ന് ആൻസർ വരും. ഈ ആംഗിൾ എത്ര ആയിരിക്കും, 36 ആയിരിക്കും. നമുക്കത് അവിടെ വെച്ചാൽ ഒന്ന് മൈനസ് ചെയ്ത് അങ്ങ് മാർക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓപ്ഷൻ ഡി 36 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വരച്ച് തന്നെ പോവാം. ഇൻ എ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഈക്വൽ ടു 12. നമ്മുടെ ഈ എക്സ് വൈ ഇത് 12 ആണ്. ആൻഡ് വൈ ഇസഡ് ഈക്വൽ ടു 18. വൈ ഇസഡ് എന്ന് പറയുന്നത് 18, ഇത് 18 ആണ്. എക്സ് വൈ, ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് വൈ, ആംഗിൾ ബൈസെക്ടർ ഓഫ് വൈ എക്സ് ഇസഡ്. വൈ എക്സ് ഇസഡിന്റെ ഒരു ആംഗിൾ ബൈസെക്ടർ, അതാണ് നമ്മുടെ എക്സ് ഡബ്ല്യു. ഇത് എക്സ് ഡബ്ല്യു, ഇത് ഡബ്ല്യു. മീറ്റ് വൈ ഇസഡ് അറ്റ് ഡബ്ല്യു സച്ച് ദാറ്റ് വൈ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ഇസഡ് ഈസ് 4:5. അപ്പൊ അതിന്റെ റേഷ്യോ നമുക്ക് തരുവാണ് 4:5 എന്ന്. ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം ഈ സൈഡിനെ അത് 4:5 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന്റെ ലെന്ത് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഈ സൈഡിന്റെ ലെന്ത് എന്ത് വരും എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ആവുന്നത്, അതേ റേഷ്യോ ആയിരിക്കും ഏത് സൈഡ്സിനും ഉള്ളത്, ഈ സൈഡ്സിനും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4 എന്ന് പറയുന്നതാണ് 12. 5 എന്ന് പറയുന്നത് എത്രയും നോക്കിയാൽ മതി. നമുക്കറിയാം 4 × 3 ആണ് നമ്മുടെ ഈ പറയുന്നത് 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 × അതേ 3 ചെയ്യുക. 5 × 3 15. നോക്കിയേ എത്ര പെട്ടെന്ന് ആൻസർ വരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ മാർക്ക് പറ്റും. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 15 ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വന്നത്. എന്താ ആംഗിൾ ബൈസെക്ടർ. അപ്പൊ അത് ആ ജോയിൻ ചെയ്യുന്ന ലൈൻ, ആ ലൈൻ ആ സൈഡിനെ 4:5 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് സൈഡ്സിനെയും അതേ റേഷ്യോയിലായിരിക്കും അതിന്റെ ലെന്തും വരാൻ പോകുന്നത്. ജസ്റ്റ് ആ ഒരു റേഷ്യോയിൽ നമ്മൾ അതൊന്ന് എടുത്താൽ മാത്രം മതി. ഇനി അടുത്തൊരു ചെറിയ വളരെയധികം എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് അറിയാം റെയിൽവേ എക്സാംസിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടാണ് ചോദിക്കുന്നത്, ഒരുപാട്. അപ്പോൾ അത് നമ്മുടെ ഈ 2020-21 ടൈമിൽ നമ്മൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് എടുത്താലും ഒരുപാട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന്റെ ഈ പറഞ്ഞ വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അതിനെ കുറച്ചുകൂടി ഒന്ന് മാറ്റി റൂട്ട്സ് തന്നെ കണ്ടുപിടിക്കാൻ പറയുന്നത്, പക്ഷെ അവിടെ എം എന്ന് പറഞ്ഞൊരു ആൽഫബറ്റ് കൊടുത്ത് കുറച്ചുകൂടി അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് ചോദിക്കുന്നത്. കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ സംഭവം കാണുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നേക്കുന്നത്. ആദ്യം എന്തൊരു കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെ അതേ വേറെ എന്തൊരു കോൺസ്റ്റന്റ് ഉണ്ട്, x², x1. അങ്ങനെ നമുക്ക് ഇനി ഇവിടെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് സംഭവം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആർ ഈക്വൽ, അതാണ് സ്പെഷ്യൽ. എന്തുകൊണ്ട്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് നിങ്ങൾക്കറിയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2 റൂട്ട്സ് വരും, അതിന് 2 ആൻസർ. നമ്മൾ പണ്ട് സ്കൂളിലൂടെ ചെയ്യുന്ന ഒരെണ്ണം പോസിറ്റീവ് വരും, ഒരെണ്ണം നെഗറ്റീവ് വരും. ചിലപ്പോൾ 2 പോസിറ്റീവ് വരാം, 2 നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരാം. ഇങ്ങനെയൊക്കെ ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് എന്താന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ 2 റൂട്ട്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്. 2 റൂട്ട്സ് ഈക്വൽ എപ്പോഴാകുന്നത് നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതിന്റെ ഡിസ്ക്രിമിനേറ്റ്, അതിന്റെ ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന b² - 4ac എന്ന് പറയുന്നത്
ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് ഈ രണ്ട് റൂട്ട്സും സെയിം ആവുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാം b² ഈക്വൽ ടു 4ac എന്ന് പറയാം. ഇതാണ് ഇതിന്റെ പ്രോപ്പർട്ടി. ഇത് ഈക്വൽ ആവണമെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവണം. അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ b² - 4ac ഈക്വൽ ടു 0 ആകണം. അപ്പോഴാണ് ഇത് ഈ പറഞ്ഞ ഈക്വൽ ആവുന്നത്, റൂട്ട്സ് ഈക്വൽ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ അതിനൊന്ന് എടുത്തെഴുതാം. അതിൽ b² എന്ന് പറയുന്നത് നമ്മുടെ m+1. നമുക്കറിയാം ഇത് a, ഇത് b, നമ്മുടെ ഈ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ c. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താ? ax² + bx + c ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം. അതിൽ നിന്നാണ് നമ്മുടെ ഈ b² - 4ac എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ഇതാണ് -b + -√b² - 4ac/2a. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സെയിം ആവണമെങ്കിലേ ഇത് ശരിക്കും ഈ സംഭവമാണ് നമ്മുടെ ഈ ആൻസറിന്റെ രണ്ട് റൂട്ട്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ പ്ലസും മൈനസും വരുന്നതുകൊണ്ടാണ് രണ്ട് റൂട്ട്സ് വരുന്നത്. പക്ഷെ ഈ സാധനം തന്നെ 0 ആയി പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ എഴുതിയ സംഭവം തന്നെ 0 ആയി പോവുകയാണെങ്കിൽ പിന്നെ അവിടെ വരുന്ന രണ്ട് ആൻസർ എന്ത് തന്നെ വരും? -b/2 -b/2 എന്ന് തന്നെ വരും. അപ്പോഴാണ് ഇവർ പറയുന്ന കണക്ക് ആ റൂട്ട്സ് എന്താവുന്നത്? ഈക്വൽ റൂട്ട്സ് വരുന്നത്. ഓക്കെ, റൂട്ട്സ് അല്ലെങ്കിൽ ഈക്വൽ റൂട്ട്സ് ആവുന്നത്. ഈക്വൽ റൂട്ട്സ് ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെന്താവണം? 0 ആകണം. ഓക്കെ, ഇത് 0 ആയാലും അത് ഈക്വൽ റൂട്ട്സ് ആവത്തില്ല. അവിടെ നിന്നാണ് എന്ത് പ്രോപ്പർട്ടി വരുന്നത്? നമ്മൾ ഈ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോളജ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇപ്പം ഇവർ പറഞ്ഞ പോലെ ഇത് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ അത് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ m+1 അതിന്റെ സ്ക്വയർ ഈക്വൽ ടു നമ്മുടെ 4ac. 4 × a എന്ന് പറയുമ്പം 4 + m × c എന്ന് പറയുമ്പോൾ നമ്മുടെ ആ 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പം a² + b² + 2ab ഈക്വൽ ടു 4 × 4 16 + 4m എന്ന് വരും. ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യണം. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ m² - 2m -15 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. അപ്പം ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ പോലും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് സ്പെഷ്യൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്യണം. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ മെത്തേഡ് തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ്. സം പ്രോഡക്റ്റ് അവിടെ -2 ആണെങ്കിൽ നമുക്ക് +2 എന്ന് വരും. ഇവിടെ -15 അത് അതേപോലെ തന്നെ വരും. ഇനി എന്തൊക്കെ എടുക്കാം എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം എടുക്കാം. അപ്പം 5ഉം 3ഉം 15 ആണ്. പിന്നെ 5ഉം 3ഉം മൈനസ് ചെയ്താലും നമുക്ക് 2 വരും. പക്ഷേ ഇത് പ്ലസ് വരുന്നുണ്ടായതുകൊണ്ടും ഇവിടെ മൈനസ് വരുന്നതുകൊണ്ടും +5ഉം -3ഉം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട്സ് ഓഫ് ദ ഇപ്പൊ എഴുതിയ ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലാതെ ആ ക്വസ്റ്റിന്റെ റൂട്ട്സ് അല്ല, ആ എഴുതിയ ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു നമുക്കിവിടെ m² കോൺസ്റ്റന്റ് 1 ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് തന്നെ വരും? 5ഉം -3 തന്നെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റെഡിൽ എഴുതിയേക്കുന്നില്ല, അതാണ് ശരിക്കും ക്വസ്റ്റിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ബ്ലൂയിൽ എഴുതിയേക്കുന്നതൊക്കെ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും എഴുതിയേക്കുന്നത്. ഓക്കെ, ആ റെഡിൽ എഴുതിയേക്കുന്നത് മാത്രമാണ് ഇതിന്റെ സ്റ്റെപ്പ്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ആ 5, -3 അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 5, -3. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അതാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. അടുത്ത നമ്മുടെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ റേഷ്യോയില് എംപ്ലോയീസ് ഇൻക്രീസ് ആവുന്നു എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയുന്നത് ഇൻ എ ഫേം ദ റേഷ്യോ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് വാസ് 4:5. ദി ഫേം ഡിസൈഡഡ് ടു increase the number of males by 80% and the number of females by 60%. What will be the new ratio of male members to female members in the firm എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് മെയിൽ മെമ്പേഴ്സും ഫീമെയിൽ മെമ്പേഴ്സും ഉണ്ട്. അതിൽ മെയിൽ മെമ്പേഴ്സും ഫീമെയിൽ മെമ്പേഴ്സിന്റെ റേഷ്യോ 4:5 ആണ്. ഇനി അവിടെ പറയുന്നത് നമ്മുടെ മെയിൽ മെമ്പേഴ്സ് എത്ര ഇൻക്രീസ് ആവുന്നു, ഫീമെയിൽ മെമ്പേഴ്സ് എത്ര ഇൻക്രീസ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. മെയിൽ മെമ്പേഴ്സ് 80% ഇൻക്രീസ് ആണ് ആവുന്നത് ആൻഡ് ഫീമെയിൽ 60% ഇൻക്രീസ് ആണ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്ത് വരും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4, 5 എന്നുള്ള വാല്യൂ കുറച്ച് ചെറുതായതും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതും ഞാൻ അതിനെ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇതിനെ 40 എന്നും 50 എന്നും ആക്കുക. അങ്ങനെയാണെങ്കിൽ 40ന്റെ 80%, 4 × 8 32, കുറച്ചുകൂടി ഈസിയായി. പക്ഷെ 4 വെച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3.2 എന്ന് എടുക്കേണ്ടി വന്നേനെ. അത് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ അതിന് പകരം ഇനി 50ന്റെ 60%, 50ന്റെ 60% 5 × 6 30, പിന്നെ ആ 0 പെർസെന്റേജ് ക്യാൻസൽ ആയി പോകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ ഇത് ഇൻക്രീസ് ആയിട്ട് കൂട്ടിയാൽ മതി, ഡിക്രീസ് ആണെങ്കിൽ കുറച്ചാൽ മതി. 40ന്റെ കൂടെ 32 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 72 എന്നും വരും. ആൻഡ് നമ്മുടെ 50ന്റെ കൂടെ ഈ 30 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 80 എന്ന് വരും. നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ എത്ര വരും? 9:10 എന്ന് നമുക്ക് റേഷ്യോ വരും. 9:10. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം ഓപ്ഷൻ ബി 9:10 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 9:10
ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റിന്റെ ആൻസർ വളരെ പെട്ടെന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ സ്കൂളിലെ മെത്തേഡിലേക്ക് പോകാതിരിക്കുക. എക്സും വൈ ഒക്കെ ഇട്ട് 4x + 4xന്റെ 80% എന്നൊക്കെ ഒരു ആംഗിളിലേക്ക് മാക്സിമം കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക അതിന്. ഓക്കെ, അതിന്റെ എക്സാമിലേക്ക് ഒരു വാല്യൂ കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ഓക്കെ, ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ഇൻ എ ആർമി ക്യാമ്പ് there were provisions for 425 men for 30 days. However, 375 men attended the camp. How long did the provision last? ഒരു ആർമി ക്യാമ്പ് ഉണ്ട്, അതിൽ 425 മെൻ വരും എന്നായിരുന്നു കണക്ക്. ആൻഡ് അവർക്ക് 30 ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. പക്ഷെ ക്യാമ്പിൽ 375 മെന്നെ വന്നോളൂ. അപ്പൊ നമുക്കറിയാം ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഫുഡിന്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റും. 30 ദിവസമല്ല, 30നേക്കാളും കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കുന്നത് ശരിക്കും ഇത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ ഒന്ന് നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ആദ്യം തന്നെ വരണം, ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ആൻസർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 30 ഉണ്ട്. ആ 30 എന്തായാലും വരത്തില്ല. എന്നാൽ ആ 30നേക്കാളും കൂടുതൽ ആൻസർ വരത്തുള്ളൂ. ഇപ്പൊ 30ന്റെ അടിയിലും വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക, ആൻസേഴ്സ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നോക്കിയാൽ 4 ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതിന് പകരം 3 ഓപ്ഷൻ വെച്ച് ഇനി സോൾവ് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത ആൻസർ എടുക്കാം. സോൾവ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ 425 മെൻ ഉണ്ട്, അവർക്ക് 30 ദിവസത്തേക്ക്. അപ്പൊ ഇൻറ്റു 30 നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഒരാൾക്ക് 425 രൂപ വെച്ച് മൊത്തം 30 ദിവസം എന്ന് വിചാരിച്ചാലും മതി. ഓക്കെ, അപ്പൊ അതേ സെയിം സംഭവമാണ് ഇപ്പൊ എത്ര പേർക്ക് ഉപയോഗിക്കുന്നത്, 375 പേർക്ക് ഉപയോഗിക്കുന്നത് എത്രയോ ദിവസത്തേക്ക്. അങ്ങനെ നമ്മൾ ആ എച്ച് കണ്ടുപിടിച്ചാൽ ആദ്യം ആൻസർ കിട്ടാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് എടുക്കാനുള്ള രീതി ഇതാണ്. ഓക്കെ, പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ 2 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ ഇൻറ്റു ബി എന്ന് എടുക്കുന്ന രീതിയിൽ അതിനെ അങ്ങ് എടുക്കുക. ഇനി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിനെ 25 വെച്ചും കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 4 ഇൻറ്റു 4 16 + 1 17. നമുക്കിത് 17 വരും. നമുക്കിത് 4 ഇൻറ്റു 3 12 + 3 15 വരും. 15ഉം ഇതും ക്യാൻസൽ ആകുമ്പോൾ 2 വരും. 2 ഇൻറ്റു 17 നമുക്ക് 34 വരും. അങ്ങനെ എക്സിന്റെ വാല്യൂ നോക്കിയാൽ 34 വരും. ഒറ്റ ലൈനിൽ നമുക്ക് ആൻസർ വരും. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 34 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 34. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാം. A and B are 2 alloys of gold and copper prepared by mixing the metals in the ratio of 7:2 and 7:11 respectively. Equal quantities of the alloys are melted to form a third alloy C. If the amount of copper in C is 10 kg, then what is the amount of gold in C? സി, എന്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം എന്നുള്ള ക്വസ്റ്റ്യന്റെ ഏറ്റവും നല്ല ആൻസർ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? ഈ ക്വസ്റ്റ്യൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ SSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് SSCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇത്. പക്ഷെ അന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ അവസാനത്തെ ലൈൻ തന്നിട്ടില്ല. ഇഫ് ദ എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ സി ഈസ് 10 kg എന്നൊരു ലൈൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. 7:2 and 7:11 അതേപോലെ ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വാല്യൂയിൽ ഒരു മാറ്റം പോലും അവർ ചെയ്തിട്ടില്ല. അവർ അതേ ക്വസ്റ്റ്യൻ, അന്നത്തെ പഴയ ഒരു SSCയുടെ ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അതേപോലെ വെച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ അവസാന ലൈൻ കൊണ്ടുപോയി അങ്ങ് മാറ്റി. ഈ ക്വസ്റ്റ്യൻ പണ്ട് നമ്മുടെ SSCയിൽ ചോദിച്ച സമയത്ത് അവർ ചോദിച്ച എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഗോൾഡും കോപ്പറിന്റെയും റേഷ്യോ എന്തായിരിക്കും അവസാനത്തെ സി എന്ന് പറയുന്ന ആ ഒരു അലോയില്, തേർഡ് അലോയില് സിയിൽ നമ്മുടെ ഈ പറഞ്ഞ ഗോൾഡും കോപ്പറിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ അവർ എന്ത് ചെയ്തു, അതിനൊന്ന് മാറ്റി, ചെറുതായിട്ടൊന്ന് മാറ്റി. എന്നാൽ അതേപോലെ ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അവർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ മൊത്തം അവസാനം ഇത്രയും കിലോ ഉണ്ടെങ്കിൽ അതിലെ കോപ്പർ എത്ര, ഗോൾഡ് എത്ര എന്നൊരു ആംഗിൾ ആണ് ഇപ്പം കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോപ്പർ എത്ര തന്നിട്ടുണ്ട്, ഗോൾഡ് എത്ര നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഈ വരാതിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ജസ്റ്റ് ഇപ്പം വരുന്ന നമ്മുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് മാത്രമല്ല, ഈവൻ നമ്മുടെ ഫ്യൂച്ചർ വരാതിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാംസ് ആയാലും ശരി, റെയിൽവേയുടെ ഏത് എക്സാം ആയാലും ശരി, നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മുടെ ഈ ചാനലിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPCയുടെ ഒരു വലിയ സീരീസ് തന്നെ പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന പോലെ. എനിക്കൊന്ന് മേ ബി മോർ ദാൻ 300 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ കാണും, മോർ ദാൻ 300 ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ വീഡിയോസ് പഴയത് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നേരത്തെ എന്താ പറയാ NTPCക്ക് വേണ്ടി ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ മാക്സിമം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബിക്കോസ് ഉറപ്പാണ് അതിലെ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിൽ റിപ്പീറ്റ് ആവും. ഇതിപ്പോ ഞാൻ പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി മാത്രമല്ല,
നിങ്ങൾ ALPക്ക് ടെക്നീഷ്യന് ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഇതേപോലത്തെ വെബിനാർ സെഷൻ പോയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ ജെയിൽ പല ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് റെയിൽവേ NTPCയുടെ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വാല്യൂസ് ചെറുതായിട്ട് മാറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയും സിമിലർ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമിന് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റെയിൽവേ എക്സാമിന്. ഓക്കെ, റെയിൽവേ എക്സാമിന്. ഓക്കെ, സോ ഉറപ്പായിട്ടും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാംസിന് മുമ്പ് ആ പഴയ വീഡിയോസ് ഒന്ന് എടുത്തിട്ട് ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ നിന്ന് അത് സെർച്ച് ചെയ്ത് എടുത്തിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തൊന്ന് നോക്കുക, സ്പീഡ് കൂട്ടിയിട്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എക്സാമിന് പോവുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും, പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ശരിക്കും ബുക്കിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 7x 2x 7y 11y, ഇനി ഗോൾഡ് ആഡ് ചെയ്യാൻ വേണ്ടി 7x + 7y, കോപ്പർ ആഡ് ചെയ്യാൻ വേണ്ടി 2x + 11y, ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ബുക്കിൽ ഒരു വളരെ ലെന്തി സൊല്യൂഷൻ ഈ ക്വസ്റ്റിനെ പോയേക്കുന്നത്. പക്ഷെ ഭയങ്കര എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ഇതിന്റെ തന്നേക്കുന്ന 2 അലോയ്സ്, എയുടെ റേഷ്യോ ഗോൾഡും കോപ്പറും 7:2 ആ തന്നേക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ അലോയുടെ നമുക്ക് ഈ ഗോൾഡും കോപ്പറിന്റെ റേഷ്യോ തന്നേക്കുന്നത് 7:11. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടുകൂടി മിക്സ് ചെയ്യണം, എന്നിട്ടാണ് പുതിയൊരു അലോയ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ പുതിയ അലോയ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ആഡ് ചെയ്ത് ചുമ്മാ എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് രണ്ടും വേറെ വേറെ റേഷ്യോ, നമ്മളിപ്പം പറഞ്ഞ 7x 2x 7y 11y ഒരിക്കലും ചുമ്മാ അങ്ങ് ആഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് തെറ്റായിരിക്കും കംപ്ലീറ്റ്ലി. ഇപ്പം ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ ഈ ക്വസ്റ്റിന് റേഷ്യോ അല്ല ചോദിച്ചേക്കുന്നത്, പക്ഷെ ഇൻ കേസ് ഓപ്ഷണൽ റേഷ്യോ ആണ് ചോദിക്കുന്നെങ്കിൽ പോലും ഒരിക്കലും 7 + 7 14 11 + 2 13 എന്ന് പറഞ്ഞ് ഒരിക്കലും എടുക്കല് കംപ്ലീറ്റ്ലി തെറ്റായിരിക്കും. ഓക്കെ, ഇനി അവർ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനാണ് ഈ ക്വസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദി അലോയ്സ് ആർ മെൽറ്റഡ്. ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ്. അവർ പറയുന്ന രണ്ടിന് ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് 10 കിലോ ആണ് എടുക്കുന്നത്, മറ്റേന്ന് 10 കിലോ ആണ് എടുക്കണം. ഓക്കെ, ഇപ്പൊ 10 ആവണമെന്നില്ല, പക്ഷെ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈക്വൽ ആണോ എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാ? ഇത് ആഡ് ചെയ്ത് നോക്കുക. 7 2 കൂടി ആഡ് ചെയ്താൽ 9 വരുന്നുണ്ട്, 7 11 കൂടി ആഡ് ചെയ്താൽ 18 വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ 9 kg 18 kg അല്ല ഇവിടെ എടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, രണ്ടിന്ന് ഒരേ കിലോ ആണ് എടുക്കുന്നെങ്കിൽ രണ്ടും ഒരേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ? ഓക്കെ, ഇപ്പൊ രണ്ടിന്ന് ഞാൻ 5 കിലോ വെച്ചാണ് എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ രണ്ടിന്ന് ഞാൻ 15 കിലോ ആണ് എടുക്കുന്നെങ്കിൽ രണ്ടും ഇതേ 15ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ രണ്ടും ഇതേ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ ഒരേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് 18 ആണെങ്കിൽ ഇത് 18 ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് 9 ആണെങ്കിൽ ഇത് 9 ആയിരിക്കണം. ഇതിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ എന്ന് പകുതിയും ഇപ്പം ബിന്ന് 18ഉം എന്ന് അതിന്റെ പകുതിയും. ഓക്കെ, അവർ പറഞ്ഞ കണക്ക് ഈക്വൽ അല്ല. ഓക്കെ, അതിനെ ഈക്വൽ ആക്കണം. ഇപ്പൊ എങ്ങനെ? ഒന്നുകിൽ 9നെ 18 ആക്കണം, അല്ലെങ്കിൽ ആ 18നെ 9 ആക്കണം. ആക്കാൻ എളുപ്പം ഏതാ? 9നെ 18 ആക്കുന്ന ഇൻറ്റു 2 ചെയ്യുക. ആണെങ്കിൽ നമ്മൾ ആ റേഷ്യോനെ എന്ത് ചെയ്യാൻ പോവാ? ബാലൻസ് ചെയ്യാൻ പോവാ, അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ 2 × 7 14ഉം 2 × 2 4. ഇപ്പൊ നോക്കി ആ റേഷ്യോ ബാലൻസ് ആയി. നമ്മൾ ആ 14ഉം 4 കൂടി ആഡ് ചെയ്ത കറക്റ്റ് എന്ത് വരുന്നുണ്ട്? നമ്മുടെ 18 വരുന്നുണ്ട്. അടുത്തത് 18 തന്നെ ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ രണ്ട് ഈക്വൽ, 14 + 4 18, 7 + 11 18. രണ്ടിന്ന് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്, രണ്ടും ഒരേ നമ്പറിന്റെ മൾട്ടിപ്പിളാ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നമുക്ക് നേരത്തെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്ന് പറഞ്ഞാൽ രണ്ട് വേറെ വേറെ റേഷ്യോ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ രണ്ട് റേഷ്യോ ബാലൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്? 21ഉം 15ഉം. ഫർദർ ക്യാൻസൽ ചെയ്ത 7ഉം 5ഉം. അപ്പൊ അതാണ് നമ്മുടെ ഈ ഗോൾഡും കോപ്പറിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ SSCയുടെ ആ പഴയ ക്വസ്റ്റനിൽ അവർ ചോദിച്ചിരുന്ന ആൻസർ ഇതായിരുന്നു, ആ ക്വസ്റ്റിന്റെ ആൻസർ ഇതായിരുന്നു. എന്ന് നോക്കിയാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ട്. പക്ഷെ പല ടെക്സ്റ്റ് ബുക്സിലും അതിനെ ഭയങ്കര ലെന്തി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരിക്കലും എന്തുകൊണ്ടാണ് വെറും ബുക്സ് നോക്കി പഠിക്കുന്നതും ക്ലാസ്സസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എത്രത്തോളം റിപ്പീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതും എക്സ്പീരിയൻസിന്റെ മേളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടാണ് ആ ഒരു ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിൽ ചോദിച്ചിരുന്ന ഇതുമല്ല. ഇവരിവിടെ പറയുന്നത് കോപ്പർ മൊത്തം സീല് 10 കിലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കോപ്പർ എന്ന് പറഞ്ഞാണ് നമുക്കിപ്പോൾ ഈ 5 എന്ന് കിട്ടിയിരിക്കുന്നത്. ഈ 5 ആണ് 10 kg എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 എന്ന് പറഞ്ഞ 10 kg ആണെങ്കിൽ അവർക്ക് അറിയേണ്ടത് ഗോൾഡ് എത്ര ഉണ്ട്. നമുക്കറിയാം ഗോൾഡ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7ന്റെ ഒരു മൾട്ടിപ്ലൈ ആൻസർ വരത്തുള്ളൂ. ഓപ്ഷനിൽ 7ന്റെ മൾട്ടിപ്പിൾ ഏത് മാത്രമേ ഉള്ളൂ? 14 മാത്രമേ ഉള്ളൂ. അത് ആൻസർ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ എടുത്ത പോലെ തന്നെ എടുക്കണമെങ്കിൽ എടുക്കാം. 5 × 2 ആണ് 10. അങ്ങനെയാണെങ്കിൽ 7 × 2 എത്ര വരും? 14 kg വരും. അത്രേ ഉള്ളൂ, അത് ആൻസർ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ കൊണ്ടുവന്നു അവർ, ആ ക്വസ്റ്റിനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തോണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ
നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാൽ വളരെയധികം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്നും ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പഴയ നേരത്തെ ചെയ്തിട്ടുള്ള ഈവൻ NTPCയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സാംസിന് പോകുന്ന സമയത്തായാലും നിങ്ങളുടെ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ആ ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങളുടെ എക്സാം ഫസ്റ്റ് ഡേ ആയിരിക്കത്തില്ല, നിങ്ങളുടെ എക്സാം ചിലപ്പോൾ 5th ഡേ ആയിരിക്കും. 5th ഡേ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ കഴിയുന്ന എക്സാം ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യുക. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് നോക്കുക. നിങ്ങൾക്ക് ആ പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്തിട്ട് മാത്രമേ ഈ ഫ്യൂച്ചർ ഷിഫ്റ്റുകളിൽ പോകാവൂ. നിങ്ങളുടെ ഫ്യൂച്ചർ ഷിഫ്റ്റിൽ നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി നേരത്തെ ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് മാറിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം എക്സാമിന് പോകുന്നതിന് മുമ്പേ എക്സാമിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. റിവ്യൂ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, എക്സാമിന് നിങ്ങൾ പോകാവൂ. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ നിങ്ങൾ എക്സാംസ് എഴുതുക. നമുക്ക് ഫ്യൂച്ചറിലും ഇനി അടുത്ത NTPC നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എന്താ പറയാ ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടിയുള്ള പ്രാക്ടീസും നമ്മൾ ഈ പറഞ്ഞ ഇവിടെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ സെഷൻസ് നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു ആൾ.